ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശരത്ത് സ്റ്റേഷനിൽ ഹാജരാവാതെ ലക്ഷ്മിയെ വിട്ടയക്കില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് ലക്ഷ്മിയെ പിടിച്ചുകൊണ്ടും പോയിരിക്കുവാണ്. ഈ വിവരം അറിഞ്ഞ സച്ചിയും രേവതിയും കൂടി സ്റ്റേഷനിലോട്ട് ഓടി വരുവാണ്. അവിടെയാണെങ്കിൽ ദേവു നിന്ന് ഭയങ്കര കരച്ചിലാണ്. 3 പേരും കൂടി സ്റ്റേഷൻ്റെ അകത്ത് പോയിട്ട് അമ്മയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ആ ശരത്തിനെ പ്രസവിച്ചതിൻ്റെ പേരിൽ എന്തൊക്കെയാണ് ഞാൻ സഹിക്കേണ്ടി വരുന്നത്. ആദ്യം നിങ്ങളുടെ അച്ഛനെ സ്റ്റേഷനിൽ കയറ്റി അദ്ദേഹത്തെ കൊന്നു. ആ അവസ്ഥ തന്നെയായിരിക്കുള്ളൂ എനിക്കും വരാൻ പോകുന്നതെന്ന് പറഞ്ഞ് ലക്ഷ്മി കരയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അമ്മേ ഇങ്ങനെ ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ, ഞാൻ പോലീസിനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് സച്ചി. എന്നിട്ട് അവിടെ പോയി ചോദിക്കുന്നുണ്ട്, സാർ എന്തിൻ്റെ പേരിലാണ് എൻ്റെ അമ്മയെ ഇങ്ങനെ സ്റ്റേഷനിലോട്ട് കൊണ്ടുവന്നിരുത്തിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അവർ പറയുന്നുണ്ട്, കള്ളനെ കിട്ടിയില്ലെങ്കിൽ കള്ളൻ്റെ ആളുകളെ പിടിച്ചുകൊണ്ടും വരും. ഇവരിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ശരത്ത് തന്നെത്താനെ സ്റ്റേഷനിലോട്ട് വന്നോളും എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, സാർ അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോഴേക്കും പോലീസുകാർ അതൊന്നും കേൾക്കുന്നില്ലേ, തൻ്റെ അമ്മ തന്നെയല്ലേടോ പരാതി തന്നത്, അതൊരു കുടുംബ വഴക്കിൻ്റെ പേരിലുണ്ടായിരുന്ന പ്രശ്നമാണെന്ന് സച്ചി പറയുമ്പോഴും ഇവർ പറയുന്നുണ്ട്, നിങ്ങൾക്കത് കുടുംബ വഴക്കായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല, പ്രഷർ അധികമാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവരെ പിടിച്ചുകൊണ്ടും വന്നത്. ഇവരിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ശരത്തും തന്നെത്താനെ വന്നോളൂ എന്ന് പറയുന്നുണ്ട് പോലീസ് വീണ്ടും. അതിൻ്റെ പേരിൽ തെറ്റ് ചെയ്യാത്ത ഒരാളെ ഇങ്ങനെ സ്റ്റേഷനിൽ കൊണ്ടുവന്നിരിക്കുന്നത് തെറ്റല്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോഴേക്കും പോലീസുകാർക്ക് ദേഷ്യം വരുന്നുണ്ട്. താനെന്താടോ എന്നെ നിയമം പഠിപ്പിക്കുവാണോ, താൻ അവനെ മറച്ചു വെച്ചിരിക്കുവാണെന്ന കാര്യമൊക്കെ എനിക്കറിയാം. കോൺസ്റ്റബിൾ വീട്ടിൽ വന്ന സമയത്ത് അവരെ താൻ ഓരോന്നും പറഞ്ഞു വിട്ടു, അതിനുശേഷം താൻ അവനെ എവിടെയോ രഹസ്യമായിട്ട് മറച്ചു വെച്ചിരിക്കുവല്ലേ. ഇങ്ങനത്തെ ഒരുപാട് കളികൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. താനൊരു കാര്യം മനസ്സിലാക്കിക്കോ, അവനിങ്ങനെ മറച്ചു വെച്ചിരിക്കുന്നിടത്തോളം കാലം അവനല്ല പ്രശ്നം, തനിക്കും കൂടിയാ പ്രശ്നം വരുന്നതെന്നൊക്കെ സച്ചിനോട് പോലീസ് പറയുന്നുണ്ട്. അതും ാണ് പറയുന്നത്. അപ്പോൾ രേവതി പോലീസിനോട് അപേക്ഷിക്കുന്നുണ്ട്, സർ എൻ്റെ അമ്മ ഒരു പാവമാണ് സർ, അമ്മയെ ഇങ്ങനെ പിടിച്ചു വെക്കല്ലേ, അമ്മയ്ക്കൊന്നും അറിയാൻ പാടില്ല, അമ്മയെ വിട്ടയക്കണം എന്നൊക്കെ പറഞ്ഞ് അപേക്ഷിക്കുമ്പോഴേക്കും പോലീസ് പറയുന്നുണ്ട്, മോളെ ഇവിടെ ജെൻസ് ലേഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യത്യാസവുമില്ല, നിങ്ങളൊക്കെ അക്യൂസിൻ്റെ ഫാമിലിയായി. ഇപ്പോൾ മര്യാദക്കൊന്നെങ്കിൽ ശരത്തിനോട് ഇവിടെ വന്ന് ഹാജരാവാൻ പറ, അല്ലെങ്കിൽ അവനുള്ള സ്ഥലം എവിടെയാണെന്ന് പറ, ഞങ്ങൾ പോയി പിടിച്ചോളാം. അതും അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയ്ക്കും ഈ മോഷണത്തിൽ പങ്കുണ്ടെന്ന് ഞങ്ങൾ FIRൽ പേരെഴുതി രജിസ്റ്റർ ചെയ്ത് വിടും എന്നൊക്കെ പോലീസ് പേടിപ്പിക്കുവാണ് രേവതിയെ. അങ്ങനെയൊന്നും ചെയ്യല്ലേ, ഞങ്ങൾ പാവങ്ങളാ സർ, പൂ കെട്ടിയാ എൻ്റെ അമ്മ ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ദേവും രേവതിയും കൂടി ഇരുന്ന് കരയുവാണ്. അപ്പോൾ പോലീസ് പറയും, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല മോളെ, നിങ്ങളുടെ അനിയനോട് മര്യാദക്ക് വന്ന് ഇവിടെ ഹാജരാവാൻ പറ, അതല്ലാതെ വേറൊരു വഴിയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ രേവതിയും ദേവും വിടുന്നില്ല, ഇങ്ങനെ കരഞ്ഞോണ്ടേ ഇരിക്കുവാണ്. സച്ചിയും ഓരോന്നും പറയുന്നുണ്ട്, സാർ ഇതൊക്കെ അന്യായമല്ലേ, കുറ്റം ചെയ്യാത്ത ഒരാൾ ഇവിടെ ഇങ്ങനെ പിടിച്ചു വെക്കുന്നതെന്ന് പറയുമ്പോഴേക്കും പോലീസ് പറയുന്നുണ്ട്, നീ എന്നെ അന്യായോ ന്യായോ ഒന്നും പഠിപ്പിക്കണ്ട, കുറ്റവാളിയെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന പേരിൽ നിന്നെയും പിടിച്ച് ഞാൻ അകത്തിടട്ടെ എന്ന് പറഞ്ഞ് സച്ചിയെ പേടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് കോൺസ്റ്റബിൾസിനെ വിളിച്ചിട്ട് ഇവരെ 3 പേരെയും പോലീസ് സ്റ്റേഷനിൻ്റെ അകത്ത് നിന്നും പുറത്താക്കുവാണ്. ആവശ്യമില്ലാതെ ഇവിടെ അധിക സമയം നിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടാണ് പുറത്താക്കുന്നത്. പുറത്തെത്തുമ്പോഴേക്കും കോൺസ്റ്റബിൾ സച്ചിനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞു പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, എനിക്കറിയാവുന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, നിങ്ങൾ അയാളെ പോയി കണ്ടോളൂ, അയാൾ ഈ കേസ് കോടതിയിലെത്താതെ നോക്കിക്കോളും, അത്രയ്ക്ക് പവറുള്ള വക്കീലാണെന്നൊക്കെ പറഞ്ഞിട്ട് കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നുണ്ട് സച്ചിക്ക്. അപ്പോഴേക്കും നമ്മുടെ പോലീസ് അകത്തിരുന്ന മെയിൻ പോലീസ് പുറത്തോട്ട് ഇറങ്ങി വരുവാണ്. എന്നിട്ട് നിങ്ങൾ ഇതുവരെ പോയില്ലേ, ഇവിടെ നിന്ന് പോകാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് സച്ചിനെ ചീത്ത പറയുമ്പോഴേക്കും സച്ചി അപേക്ഷിക്കുന്നുണ്ട് വീണ്ടും, സർ പ്ലീസ് സർ, അമ്മയെ പുറത്ത് വിട് സർ, അമ്മയെ ഇങ്ങനെ സ്റ്റേഷനിൽ അധികം നേരം നിർത്തല്ലേ, വയ്യാത്തൊരു പാവമാണ് സർ, വീട്ടിലാണെങ്കിൽ ഈ പെണ്ണ് ഒറ്റക്കുമാണ്, പ്ലീസ് ഇങ്ങനെ ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഒരുപാട് അപേക്ഷിക്കുന്നുണ്ട്. ശരത്ത് എവിടെയാണെന്ന് സത്യമായിട്ട് ഞങ്ങൾക്കറിയില്ല, അറിയുവാണെങ്കിൽ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കാം എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. രേവതിയും ദേവും ഇതുപോലെ തന്നെ അപേക്ഷിക്കുന്നുണ്ട്, കാലിന് വയ്യാത്തതാ, മരുന്നൊക്കെ കഴിക്കാനുള്ളതാ സർ, അമ്മയെ വിട് പ്ലീസ്, അമ്മയ്ക്ക് സത്യമായിട്ട് ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാവരും കൂടി ഇരുന്ന് കരയുവാണ്. അപ്പോൾ പോലീസിൻ്റെ മനസ്സ് ചെറുതായിട്ടൊന്ന് അലിയുന്നുണ്ട്. പോലീസ് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കി നോക്ക്, സിറ്റുവേഷൻ മനസ്സിലാക്കുക, ഇത് സാധാരണ പോലെ വന്ന ഒരു കേസല്ല, സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ട് നിൽക്കുന്ന വീഡിയോയുടെ പുറത്ത് വന്നൊരു കേസാണ്, അപ്പോൾ അത്രയും പ്രഷർ എനിക്കുണ്ട്, പക്ഷേ നിങ്ങളുടെ കരച്ചിൽ ശരി ഞാൻ ഒരു ദിവസം സമയം തരാം, അതിൻ്റെ ഉള്ളിൽ ശരത്തിന് ഇവിടെ കൊണ്ടുവന്ന് ഹാജരാക്കണം, അല്ലെങ്കിൽ ഞാൻ ഇവരുടെ പേരിലായിരിക്കും ഇനി കേസ് എടുക്കാൻ പോകുന്നത്, തൽക്കാലത്തേക്ക് ഞാൻ ഇവരെ ഇപ്പോൾ വിട്ടേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മിയെ സ്റ്റേഷനിൽ നിന്ന് വിടുവാണ്. എന്നിട്ട് സച്ചിനോട് പറയുന്നുണ്ട്, കേട്ടല്ലോ, ഒരു ദിവസത്തെ സമയം, നാളെ ഇവിടെ ഈ സമയത്ത് ശരത്ത് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ വീണ്ടും ഇതുപോലെ അമ്മയെ പിടിച്ചോണ്ടും വരും എന്നൊക്കെ പറഞ്ഞിട്ട് SI അവിടെ നിന്നും പോവാണ്. ലക്ഷ്മിയാണെങ്കിൽ ആകെ തകർന്ന അവസ്ഥയിലാണ്, ഞാനിനി എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും എൻ്റെ മക്കളെ, നിങ്ങളും ആ ശരത്തിനെ ഇവിടെ കൊണ്ടുവന്ന് ഹാജരാക്കിക്കോ, തെറ്റ് ചെയ്തത് അവനല്ലേ, അപ്പോൾ അതിൻ്റെ ശിക്ഷയും അവൻ അനുഭവിക്കണം എന്നൊക്കെ ലക്ഷ്മി പറഞ്ഞ് കരയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അമ്മേ അതിനാണോ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നത്, ദേവു നീ അമ്മയും കൂട്ടി വീട്ടിലോട്ട് പോയിക്കോ, അമ്മയ്ക്കും ഒന്നും സംഭവിക്കില്ല, ശരത്തിനും ഒന്നും സംഭവിക്കില്ല, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കറിയാം, രേവതി വാ, അഡ്വക്കേറ്റ്
സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞായിരുന്നില്ലേ, നമുക്ക് അയാളെ പോയി കണ്ട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് രേവതിയും കൂട്ടി സച്ചി പോവാണ്. ദേവു അമ്മയും കൂട്ടി വീട്ടിലോട്ടും പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആൻ്റണിയുടെ ഓഫീസിലോട്ട് ശ്രുതിയും മീരയും കൂടി വരുന്നതാണ്. മീര ചോദിക്കുന്നുണ്ട്, ഈ ആൻ്റണി എന്തിനാ ഇപ്പോൾ നിന്നെ കാണണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിപ്പിച്ചിരിക്കുന്നത്? ആൻ്റണിയായിട്ടുള്ള ഡീലിംഗ് ഒക്കെ തീർന്നതല്ലേ? നമ്മൾ ആ വീഡിയോ കൊടുക്കുകയും ചെയ്തു, നവീനെ പാക്ക് ചെയ്ത് വേറൊരു സ്ഥലത്തോട്ട് അയക്കുകയും ചെയ്തു. ഇനി എന്താ അയാൾക്ക് പ്രശ്നം? അയാൾ എന്തിനാ വിളിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എനിക്കറിയില്ല എൻ്റെ മീരെ, എൻ്റെ ജീവിതം ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല. ഇനി പുതിയതായിട്ട് എന്ത് പ്രശ്നമാണോ വരാൻ പോകുന്നത്? വാ നമുക്ക് പോയി ആൻ്റണിയെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അകത്തോട്ട് കയറുവാണ്. ശ്രുതി അകത്ത് കയറി ചോദിക്കുന്നുണ്ട്, ആൻ്റണി എന്തിനാ ഉടനെ കാണണമെന്ന് പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, അതെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾ തന്നെ കാണുമെന്ന് പറഞ്ഞിട്ട് ശ്രുതിയെയും മീരയെയും കൂട്ടി നവീനെ പൂട്ടിയിട്ട മുറിയിലോട്ട് പോവാണ്. അവിടെയാണെങ്കിൽ നോക്കുമ്പോഴേക്കും നവീൻ ഇങ്ങനെ അത്യാസന്ന നിലയിൽ തല്ലിച്ചതച്ച ഒരു ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചിങ്ങനെ കിടക്കുവാണ് ബെഡിൽ. ദേഹത്ത് ഒരുപാട് പാടുകളൊക്കെ ഉണ്ട്. ശ്രുതിയും മീരയും ഈ കാഴ്ച കണ്ടിങ്ങനെ ഞെട്ടി നിൽക്കുവാണ്. എന്ത് പറ്റി ഇവനെന്ന് ശ്രുതി ചോദിക്കുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, 4 ദിവസം ഇവനെ ഇവിടെ പൂട്ടിയിട്ട് തല്ലി ചതച്ച് ബോംബെയിലോട്ട് പാക്ക് ചെയ്യാനായിട്ട് ഇരിക്കുമായിരുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറയുമ്പോഴേക്കും മീര ചോദിക്കും, തട്ടിപ്പോയോ? ഏയ് തട്ടിപ്പോയിട്ടൊന്നുമില്ല, ജീവനുണ്ട് ആൾക്ക്. ഞങ്ങൾ ഗുണ്ടകളൊക്കെ മാറി മാറി ഇടിച്ചതിൻ്റെ ആഘാതത്തിൽ അവൻ നെഞ്ചും പിടിച്ച് ഒറ്റ വീഴ്ചയായിരുന്നു. ജീവനുണ്ട്, പക്ഷേ എഴുന്നേക്കാനൊന്നും സാധിക്കുന്നില്ല, ശ്വാസം മാത്രമേ ഉള്ളൂ, ഇങ്ങനെയൊക്കെ കിടപ്പാണെന്നൊക്കെ ആൻ്റണി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് പേടിയാവുകയാണ്. എന്താ ആൻ്റണി പറയുന്നേ? അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, പേടിക്കൊന്നും വേണ്ട, എനിക്ക് പരിചയമുള്ളൊരു നേഴ്സുണ്ട്, അവർ വന്ന് ഇയാളെ നോക്കിയായിരുന്നു. അപ്പോൾ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സ കൊടുക്കണം, അല്ലെങ്കിൽ മാക്സിമം ഒരാഴ്ച, അതിൻ്റെ അപ്പുറത്തേക്ക് ഇയാൾ ജീവിച്ചിരിക്കില്ലെന്നാണ് ആ നേഴ്സ് പറഞ്ഞത്. ഒട്ടും ആവതിയില്ലാത്ത ശരീരമായിപ്പോയി, 2 അടി തന്നെ ഒറ്റ വീഴ്ചയായിരുന്നു എന്നൊക്കെ ആൻ്റണി പറയുന്നുണ്ട്. നിങ്ങൾക്കെന്നാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കൂടെ എന്ന് മീര ചോദിക്കുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പോലീസ് ഞങ്ങളെ പിടിച്ച് അകത്താക്കാനോ? ഇയാൾക്ക് ഇതെങ്ങനെ പറ്റി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പോലീസ് കേസ് ആവത്തില്ലേ? ഞാനില്ലേ എന്നൊക്കെ ആൻ്റണി പറയുവാണേ. ഇങ്ങനെയാണോ ആൻ്റണി തല്ലി ചതക്കുന്നതെന്ന് പറഞ്ഞിട്ട് ശ്രുതി ചൂടാവുന്നുണ്ട്. അപ്പോൾ ആൻ്റണി വീണ്ടും പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഇയാൾക്ക് ആരോഗ്യമൊന്നുമില്ല, 2 അടിക്ക് തന്നെ ഒറ്റ വീഴ്ച, ആ ഓക്സിജൻ മാസ്ക് മാറ്റിയ അവൻ ഇപ്പം തന്നെ തട്ടിപ്പോകുന്നു ആൻ്റണി പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇവൻ്റെ കല്യാണം എങ്ങാനും കഴിഞ്ഞതാണോ? അപ്പം മീര പറയും, ഹാ ഈ അടുത്താ കഴിഞ്ഞത്. അപ്പോൾ അവരെങ്ങാനും ഇയാളെ കാണാനില്ലെന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്താൽ തീർന്നു. ഇവനെ കൂട്ടിക്കൊണ്ട് വന്നത് ഇങ്ങോട്ടേക്ക് എൻ്റെ ഗുണ്ടകളാ, ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ ഞാനാണെന്നറിയും. എന്നോട് എന്തിനാ ഇതൊക്കെ ചെയ്തതെന്ന് പോലീസുകാർ ചോദിച്ചു കഴിഞ്ഞാൽ ശ്രുതി ഞാൻ നിൻ്റെ പേര് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് ആൻ്റണി പേടിപ്പിക്കുവാണ് ശ്രുതിയെ. എന്താ ആൻ്റണി ഇത് തല്ലിച്ചതച്ച് ഇങ്ങനത്തെ അവസ്ഥയിലാക്കിയിടാൻ ഞാൻ പറഞ്ഞു ആൻ്റണീനോടെന്ന് ശ്രുതി ചൂടായി ചോദിക്കുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, ഹാ പിന്നെ നിങ്ങൾ പറഞ്ഞായിരുന്നില്ലേ ഇവനെ എന്തു വേണമെങ്കിലും ചെയ്തോന്നു, അതാ ഞങ്ങൾ 2 തല്ല് തല്ലിയപ്പോഴേക്കും അവൻ ഇങ്ങോട്ടേക്ക് വീണു. എന്നെ എങ്ങാനും പോലീസ് ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നാൽ വേറെ നിവർത്തിയില്ലെങ്കിൽ ഞാൻ ശ്രുതി നിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുകയെ, പിന്നെ എന്നെക്കാളും കൂടുതൽ ശിക്ഷ കിട്ടാൻ പോകുന്നതും നിനക്കായിരിക്കും എന്നൊക്കെ ആൻ്റണി പറയുന്നുണ്ട്. ഇത് കേട്ട് പേടിച്ച് വിറച്ച് നിൽക്കുവാണ് നമ്മുടെ ശ്രുതിയും മീരയും ഒക്കെ. ഇപ്പോൾ എന്താ ആൻ്റണി പോലീസിന് എന്നെ കാണിച്ചു കൊടുക്കാൻ പോവാണെന്നാണോ പറഞ്ഞു വരുന്നതെന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, എന്ത് ചെയ്യാൻ, ഇവൻ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. പക്ഷേ ഇവിടെയുള്ള അറിയാവുന്ന ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതൊരു പോലീസ് കേസാവും, പിന്നെ ഞാൻ പറഞ്ഞതുപോലെയൊക്കെ സംഭവിക്കും. എനിക്കറിയാവുന്ന ഒരു ഡോക്ടറുണ്ട്, അങ്ങ് കുറച്ച് ദൂരെയാ, അയാളെ വീട്ടിലിരുത്തി ആയുർവേദ ചികിത്സയൊക്കെ നല്ലോണം ചെയ്തു കൊടുത്ത് രക്ഷപ്പെടുത്തുന്ന ഒരാളാണ്, അങ്ങോട്ടേക്ക് ഇവനെ പറഞ്ഞു വിടാമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഹാ എന്നാൽ പിന്നെ അങ്ങനെ ചെയ്, ആൻ്റണിക്ക് അറിയാവുന്ന ആ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോകുന്നു പറയുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, വെറുതെ എങ്ങനെ പറഞ്ഞു വിടും, ഒരു 2 ലക്ഷം രൂപയെങ്കിലും അയാളുടെ ചികിത്സക്കായിട്ട് ചിലവാകും എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ആകെ കിടന്ന് പരുങ്ങുവാണ്. 2 ലക്ഷം രൂപയോ? വേറെ നിവർത്തിയില്ലല്ലോ, ഞാൻ അല്ലെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലാണ് നിൽക്കുന്ന ആൻ്റണി, എന്തെങ്കിലും ആവട്ടെ, ഇനി ഈ ഒരു കൊലപാതക കുറ്റം കൂടി എൻ്റെ തലയിൽ വന്ന് വീഴാൻ പാടില്ല, അയാൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുക എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് ആൻ്റണീനോട്. അപ്പോൾ ആൻ്റണി പറയും, അപ്പോൾ ആ കാശിൻ്റെ കാര്യം? അപ്പോൾ മീര പറയുന്നുണ്ട്, നിങ്ങൾ പലിശക്ക് കാശ് കൊടുക്കുന്ന ആളല്ലേ, നിങ്ങളുടെ കയ്യിൽ കാശ് ഉണ്ടാവുമല്ലോ, അതിൽ നിന്നെടുത്ത് ചിലവാക്കുക എന്നൊക്കെ പറയുന്നുണ്ട്.
പിന്നെ ഞാൻ എന്തിനാ ഇവന് വേണ്ടിയിട്ട് 2,00,000 രൂപയൊക്കെ ചെലവാക്കുന്നത്? എൻ്റെ കയ്യിലില്ല, ഞാൻ ചെലവാക്കാനും പോകുന്നില്ല. അവൻ അധികം ആയുസ്സില്ലെന്നാ പറഞ്ഞ് കേൾക്കുന്നത്. ഈ പോലീസുകാരെങ്ങാനും പോലീസ് കേസായി എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ശ്രുതിയുടെ പേര് പറയുവേ, പിന്നെ ശ്രുതിനെ പിടിച്ച് ജയിലിലിടും എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആൻ്റണി എന്താ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? പിന്നെ അല്ലാതെ 2,00,000 രൂപ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവനെ ചികിത്സിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, എൻ്റെ കയ്യിൽ അത്രയും കാശില്ല ആൻ്റണി, എൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കുമെന്ന് പറയുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, 2,00,000 രൂപ എവിടെന്നെങ്കിലും ഒപ്പിച്ചോണ്ട് വാ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, അല്ലെങ്കിൽ ശ്രുതി ബാക്കി കാലം ജയിലിൽ പോയി കിടക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുവാണ്. ശരി, ഞാൻ എങ്ങനെയെങ്കിലും പൈസ ഒപ്പിച്ചുകൊണ്ട് വരാം, പക്ഷെ അതുവരെ നവീനെ നല്ലോണം നോക്കിക്കൊള്ളണം, ഇനി ഒരു പ്രശ്നം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും മീരയും അവിടെ നിന്നും പോവാണ്. ഈ ടൈമിൽ നമ്മുടെ ആൻ്റണി ആ മുറിയിലോട്ട് കയറി പോവാണ്. എന്നിട്ട് നവീൻ്റെ ഓക്സിജൻ മാസ്ക് ഒക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ദേ അത്യാസന്ന നിലയിൽ കിടന്നിരുന്ന നവീൻ ചാടി എഴുന്നേക്കുവാണ്. ഇതൊക്കെ ആൻ്റണിയുടെയും നവീൻ്റെയും ഒരു കൂടിച്ചേർന്നുള്ളൊരു കളിയാണ്, അവർ തമ്മിലൊരു ടീമായിരിക്കുവാണ്. എന്നിട്ട് നവീൻ ചോദിക്കുന്നുണ്ട്, എന്തായി അവർ പോയോ? പോയി, ചോദിച്ച കാശ് തരാമെന്ന് പറഞ്ഞോ എന്ന് പറയുമ്പോഴേക്കും ആൻ്റണി അതേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, എത്ര കാശ് ചോദിച്ചാലും അവളുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന്, ഇനി ഞാൻ പൊക്കോട്ടെ എന്ന് നവീൻ ചോദിക്കുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, അങ്ങനെ പോകാൻ വരട്ടെ, 2,00,000 രൂപ എൻ്റെ കയ്യിൽ ഇങ്ങോട്ട് എത്തട്ടെ, എന്നിട്ടേ ഞാൻ നിന്നെ വിടത്തുള്ളൂ, അതോടുകൂടിയൊന്നും ഞാൻ നിർത്താൻ പോകുന്നില്ല, അവളുടെ കയ്യിൽ നിന്ന് ഇനിയും ഞാൻ കാശ് മേടിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞിട്ട് ആൻ്റണിയും നവീനും കൂടി ചിരിക്കുവാണിരുന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് സച്ചിയും രേവതിയും കൂടി അഡ്വക്കേറ്റിനെ കാണാൻ വേണ്ടി പോവാണ്. ആ കോൺസ്റ്റബിൾ കൊടുത്ത ഡീറ്റെയിൽസിലുള്ള അഡ്വക്കേറ്റില്ലേ, ആ അഡ്വക്കേറ്റിനെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിലോട്ട് പോവാണ്. എന്നിട്ട് ഇവർ ഓഫീസിൻ്റെ അകത്തോട്ട് കയറുമ്പോഴേക്കും, സച്ചിയല്ലേ, ആ കോൺസ്റ്റബിൾ എന്നോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു എന്ന് അഡ്വക്കേറ്റ് പറയുന്നുണ്ട്. അപ്പോൾ സച്ചിയും പറയുന്നുണ്ട്, സാർ, ആ ശരത്ത് അപ്പോഴത്തെ ദേഷ്യത്തിൻ്റെ പുറത്ത് ചെയ്തു പോയതാ, എൻ്റെ അമ്മ അവന് വീട്ടിൽ വരുമ്പോഴേക്കും ഒരുപാട് ഇങ്ങനെ അപമാനിക്കാറുണ്ടായിരുന്നു, ആ ദേഷ്യത്തിൻ്റെ പുറത്ത് ചെയ്തതാ, ആ കാശൊക്കെ അവൻ എനിക്ക് തിരിച്ചു തന്നു, അവൻ എങ്ങനെയെങ്കിലും വെറുതെ വിടാൻ പറയണം സാർ, ഈ കേസ് ഒന്ന് ഒഴിവാക്കി തരണം എന്ന് പറയുമ്പോഴേക്കും അഡ്വക്കേറ്റ് പറയുന്നുണ്ട്, നമുക്ക് നോക്കാം, ഏതായാലും അവനെ അറസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അത് തന്നെ വലിയ ഭാഗ്യം, അവൻ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ സമയത്ത് അവർ കോടതിയിൽ ഹാജരാക്കിയാനായിരുന്നു, ഇപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് അവനെ രക്ഷിക്കാനുള്ള വഴിയൊക്കെ കാണുന്നുണ്ടെന്നൊക്കെ അഡ്വക്കേറ്റ് പറയുന്നുണ്ട്. ഇപ്പോൾ അവൻ എവിടെയുണ്ടെന്ന് വക്കീൽ ചോദിക്കുമ്പോഴേക്കും സച്ചി ആദ്യം ഒന്നും പറയുന്നില്ലേ. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, പോലീസിനോട് നിങ്ങൾ സത്യങ്ങളൊന്നും പറയണ്ട, പക്ഷേ എന്നോട് സത്യങ്ങൾ പറഞ്ഞേ മതിയാവുള്ളൂ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് അവൻ എന്ന് പറയുമ്പോഴേക്കും, അപ്പോൾ നമുക്കധികം സമയമില്ല കേട്ടോ, അവൻ അറസ്റ്റിലാവുന്ന സമയം വരെ നമുക്കും സമയമുള്ളൂ, അറസ്റ്റായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നു, ഇനി കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഈ പോലീസ് എല്ലാവരുടെയും നിങ്ങളെ ബന്ധപ്പെട്ട എല്ലാവരുടെ വീട്ടിലും പോയി അന്വേഷണം തുടങ്ങും, അവനെങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം തീർന്നു എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സാർ എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണം, അവൻ്റെ എക്സാം ഒക്കെയാണ് വരുന്നത്, അവന് എക്സാം എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ്റെ ഭാവി തന്നെ പോകും, പഠിക്കുന്ന പയ്യനാ സാർ, ഇപ്പം തന്നെ എൻ്റെ അമ്മയെ സ്റ്റേഷനിലൊക്കെ അവർ വിളിച്ചു വരുത്തി പിടിച്ചിരുത്തിയിരിക്കുമായിരുന്നു എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. ശരത്തിനെ കിട്ടിയില്ലെങ്കിൽ അമ്മേനെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്യും എന്നൊക്കെയാണ് പറയുന്നതെന്നൊക്കെ സച്ചി പറയുമ്പോഴേക്കും അഡ്വക്കേറ്റ് പറയുന്നുണ്ട്, അതൊക്കെ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി വെറുതെ പറയുന്നതാണ്, ഇൻസ്പെക്ടറിനെ വിളിച്ച് ഞാൻ സംസാരിച്ചോളാം. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഈ ശരത്തിൻ്റെ കേസ് ഒന്ന് ഒഴിവാക്കി തരണം സാർ എന്ന് പറയുമ്പോഴേക്കും അഡ്വക്കേറ്റ് പറയുന്നുണ്ട്, കുറച്ച് കാശ് ചിലവാകും, അതൊക്കെ ഞാൻ എത്രയാവുമെന്ന് പിന്നെ പറയാം, പിന്നെ കാശൊന്നും ചിലവാവാതെ ഈ കേസ് ക്ലോസ് ചെയ്യണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, ഈ കേസ് കൊടുത്ത ആൾ തന്നെ അത് പിൻവലിക്കണം. അപ്പോൾ സച്ചി പറയും, അയ്യോ സാർ, അത് നടക്കും തോന്നുന്നില്ല എന്ന് പറയുമ്പോഴേക്കും അഡ്വക്കേറ്റ് പറയുന്നുണ്ട്, നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പൈസ ചിലവൊന്നും ഇല്ലാതെ ഈ കേസ് ഒഴിവായി പോയിക്കോളും, അതല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് നോക്കാം എന്ന് പറഞ്ഞിട്ട് സച്ചിയും രേവതിയും വിടുവാണേ. എന്തെയും സച്ചിയേട്ടാ, അമ്മ ഈ കേസ് പിൻവലിക്കുമെന്ന് തോന്നുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അമ്മേനോട് നമുക്ക് സംസാരിച്ച് നോക്കാം, നമ്മൾ സംസാരിച്ചാൽ കേൾക്കില്ല, അച്ഛനോട് സംസാരിക്കാൻ പറയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അച്ഛൻ തന്നെ അന്ന് പറഞ്ഞതല്ലേ എനിക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന്, അതപ്പോഴത്തെ ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞതല്ലേ രേവതി, നമുക്കിപ്പോൾ ഒന്ന് സംസാരിച്ച് നോക്കാം, വാ നീ അകത്തോട്ട് വാ, നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ പോവാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.